അപ്പോൾ ഇവിടെ ഈ 2ഉം ഈ 5ഉം നമുക്ക് ഒരേ സംഖ്യ പോലെ വരണം. അതിനുവേണ്ടി നമുക്ക് ഈ റേഷ്യോനെ മാറ്റി എഴുതാം. ഇൻ എന്ന് കിട്ടും. കാരണം റേഷ്യോയുടെ 2 വാല്യൂസിനെ നമുക്ക് ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 3 × 2 6, 6 × 5 30, 30x³ x × x × x 30x³ ഈസ് ഈക്വൽ ടു ഹായ്. ഇന്നത്തെ വീഡിയോ റേഷ്യോയെക്കുറിച്ച്, റേഷ്യോ അല്ലെങ്കിൽ അനുപാതം, 8ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് റേഷ്യോ. അനുപാതങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം, 2 സംഖ്യകൾ തമ്മിലുള്ള റേഷ്യോ, അല്ലെങ്കിൽ ചതുരത്തിൻ്റെ നീളവും വീതിയും, അങ്ങനെ റേഷ്യോയിൽ 8ാം ക്ലാസ്സിലെ റേഷ്യോ എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഇൻ ദ റേഷ്യോ 2:3:4. ഒരു ത്രികോണത്തിൻ്റെ നീളങ്ങൾ 2:3:4 എന്നിങ്ങനെയാണ്. ദ ലോങ്ങസ്റ്റ് സൈഡ് ഈസ് 20 centimeters മോർ ദാൻ ദ ഷോർട്ടസ്റ്റ് സൈഡ്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ഓൾ 3 sides. ഇവിടെ ഏറ്റവും വലിയ സൈഡ്, നീളം കൂടിയ വശം ഏറ്റവും ചെറിയ വശത്തേക്കാൾ 20 സെൻറ്റിമീറ്റർ കൂടുതലാണ്. 3 വശങ്ങളുടെയും നീളങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ റേഷ്യോനെ 2x എന്നും 2x:3x:4x എന്നെടുക്കാം. ഇനി ഇവിടുത്തെ പ്രത്യേകത, ഏറ്റവും ചെറിയ സൈഡ് അതായത് 2xനേക്കാൾ, ഏറ്റവും ചെറിയ സൈഡിനേക്കാൾ 20 സെൻറ്റിമീറ്റർ കൂടുതലാണ് വലിയ സൈഡ്. അപ്പോൾ 2x + 20 ഈക്വൽ ടു വലിയ സൈഡായ 4x. അപ്പോൾ അതിൽ നമുക്ക് ഇക്വേഷൻ മാറ്റിയാൽ 20 ഇവിടെ നിർത്തി, ഈക്വൽ ടു ഇവിടെയുള്ള 4x അവിടെ എഴുതി. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 2xനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ -2x. അപ്പോൾ 20 ഈക്വൽ ടു 4x - 2x 2x. അതായത് 2x ഈക്വൽ ടു 20 എന്നും, അതുകൊണ്ട് x ഈക്വൽ ടു 20/2 ഈക്വൽ ടു 10 എന്നും കിട്ടുന്നു. ഇനി നമുക്ക് ഓരോ സൈഡുകളും കണ്ടുപിടിക്കാം. ആദ്യത്തെ സൈഡ് 2x ഈക്വൽ ടു 2 × xൻ്റെ വാല്യൂ 10 ഈക്വൽ ടു 20. അടുത്ത സൈഡ് 3x ഈക്വൽ ടു 3 × 10 ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ എന്നും, അതുപോലെ വലിയ സൈഡ് 4x ഈക്വൽ ടു 4 × 10 ഈക്വൽ ടു 40 സെൻറ്റിമീറ്റർ എന്നും കിട്ടുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡ്സ് 20 സെൻറ്റിമീറ്റർ, 30 സെൻറ്റിമീറ്റർ ആൻഡ് 40 സെൻറ്റിമീറ്റർ. Next question, a box contains beads of 3 colors. Black beads and white beads are in the ratio 3:5. White and red are in the ratio 2:3. What is the ratio of all 3 colors? അപ്പോൾ ഇവിടെയുള്ള കളറുകളുടെ റേഷ്യോ, ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള റേഷ്യോ 3:5 ആണ്. അതുപോലെ വൈറ്റും റെഡും തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. ഇതിനെ മൂന്നിനെയും ഒരേ റേഷ്യോയിൽ എഴുതണം. എന്ന് വെച്ചാൽ ഈ 5ഉം 2ഉം ഒരേ സംഖ്യയായിട്ട് വന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോയിലേക്ക് മാറ്റി മൂന്നിനെയും ഒരേ റേഷ്യോയിലേക്ക് എഴുതണം. അപ്പോൾ ഇവിടുത്തെ ആദ്യത്തെ റേഷ്യോ 3:5 ആണ്. രണ്ടാമത്തെ റേഷ്യോ ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള റേഷ്യോ 3:5 ആണ്. അതുപോലെ വൈറ്റും റെഡും തമ്മിലുള്ള റേഷ്യോ 2:3 ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് 4 നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് ആകെ 3 നമ്പേഴ്സേ പാടുള്ളൂ, 3 ക്വാണ്ടിറ്റീസേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ 2ഉം ഈ 5ഉം നമുക്ക് ഒരേ സംഖ്യ പോലെ വരണം. അതിനുവേണ്ടി നമുക്ക് ഈ റേഷ്യോനെ മാറ്റി എഴുതാം. അപ്പോൾ ഏറ്റവും എളുപ്പ വഴി
ഈ 2 × 5 = 10 എന്ന രീതിയിൽ വന്നാൽ, ആദ്യത്തെ റേഷ്യോനെ ഈ 5നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 10 കിട്ടും. അതുപോലെ രണ്ടാമത്തെ റേഷ്യോയിൽ 2നെ 5 കൊണ്ട് ഗുണിച്ചാലും 10 കിട്ടും. അപ്പോൾ നമുക്ക് ആ റേഷ്യോ ഒരേ നമ്പറിലേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് റേഷ്യോ ഇവിടെ നമുക്ക് കിട്ടുന്നത് 3:5 ആണ്. ആ 3:5നെ അതിന് ഈക്വൽ ആയിട്ടുള്ള റേഷ്യോ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 6:10 എന്ന് കിട്ടും. അതുപോലെ രണ്ടാമത്തെ റേഷ്യോ ആയ 2:3നെ ഈക്വൽ ടു അതിനെ നമുക്ക് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് 10:15 എന്ന് കിട്ടും. കാരണം റേഷ്യോയുടെ 2 വാല്യൂസിനെ നമുക്ക് ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂവിന് മാറ്റമൊന്നും വരത്തില്ല. അപ്പോൾ 3:5നെ നമ്മൾ 6:10 എന്ന് എഴുതി. അതുപോലെ 2:3നെ നമ്മൾ 10:15 എന്നെഴുതി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ റേഷ്യോ 6:10 ആൻഡ് 10:15 ആണ്. അപ്പോൾ 10 നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ ബ്ലാക്ക് ഈസ് ടു വൈറ്റ് 6:10 ആണ്. അതുപോലെ വൈറ്റ് ഈസ് ടു റെഡ് അത് 10:15 ആണ്. അപ്പോൾ നമുക്ക് വൈറ്റിന് ഒരു നമ്പർ തന്നെ കിട്ടി. അപ്പോൾ നമ്മുടെ പുതിയ റേഷ്യോ, അതായത് ബ്ലാക്ക് ഈസ് ടു white is to red equal to 6:10:15 എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The length, breadth and height of a rectangle block are in the ratio 3:2:5 and its volume is 50 cubic centimeters. Calculate the length, breadth and height. ഇവിടെ ഒരു റെക്ടാങ്കുലർ ബ്ലോക്ക്, ഒരു ചതുര സ്തംഭം, ഇതിൻ്റെ നീളവും വീതിയും ഉയരവും തമ്മിലുള്ള റേഷ്യോ 3:2:5 ആണ്. ഇതിൻ്റെ വോളിയം 3750 cm³ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നീളം, വീതി, ഉയരം ഇവ കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് L:2B:H ഈക്വൽ ടു 3:2:5 ആണ്. 3:2:5. അപ്പോൾ നമുക്കിവിടെ L is equal to 3x എന്നും B is equal to 2x എന്നും H height is equal to 5x എന്നും എടുക്കാം. ഇനി വോളിയം 3750 തന്നിട്ടുണ്ട്. അപ്പോൾ വോളിയം കാണാൻ L:B:H ആണെന്നറിയാമല്ലോ. അപ്പോൾ വോളിയം V is equal to LBH equal to 3750 cm³ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 3x ഇൻറ്റു 2x ഇൻറ്റു 5x 3, 2, 5 3x ഇൻറ്റു 2x ഇൻറ്റു 5x ഈക്വൽ ടു 3750 ആണ്. അപ്പോൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ 3 × 2 6, 6 × 5 30, 30x³ x ഇൻറ്റു x ഇൻറ്റു x 30x³ ഈസ് ഈക്വൽ ടു 3750 3750. അതുകൊണ്ട് x³ ഈക്വൽ ടു 3750 3750 ഡിവൈഡ് ബൈ 30 ഈക്വൽ ടു 125 125. അപ്പോൾ ഇവിടെ x³ ഈക്വൽ ടു 125. therefore x is equal to 125ന്റെ ക്യൂബ് റൂട്ട് ഓഫ്
125 equal to 5 into 5 into 5 ആണ് 125. അപ്പോൾ x equal to 5 സെൻറ്റിമീറ്റർ എന്ന് ആൻസർ കിട്ടി. ഇനി നമുക്ക് 3 വശങ്ങൾ എഴുതാം. അപ്പോൾ ഇവിടെ x is equal to 5 സെൻറ്റിമീറ്റർ. അതുകൊണ്ട് L നീളം is equal to 3x ആണ്. Equal to 3 into 5 equal to 15 സെൻറ്റിമീറ്റർ. ഇനി വീതി b is equal to 2x ആണ്. Equal to 2 into 5 equal to 10 സെൻറ്റിമീറ്റർ. അതുപോലെ ഹൈറ്റ് h is equal to 5x ആണ്. Equal to 5 into 5 equal to 25 സെൻറ്റിമീറ്റർ. ഇവിടെ L is equal to 15 സെൻറ്റിമീറ്റർ, b is equal to 10 സെൻറ്റിമീറ്റർ and h is equal to 25 സെൻറ്റിമീറ്റർ.